ഹായ് ഗായസ്, ഗലിബിറൊന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വാശിയേറി വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇനി 3 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗ്രാൻഡ് ഫിനാലയിലേക്ക് മത്സരിക്കാൻ പോകുന്ന 7 മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് 5 ഉണ്ടാവില്ല, ടോപ്പ് 7 ആണുള്ളത്. മിഡ് വീക്ക് എവിക്ഷനും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും ആരാണ് ഈ കപ്പ് ഉയർത്തേണ്ട ആളെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മണിക്കൂറിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 7 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1-ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. ഇത് ആദ്യമായിട്ടാണ് അനുമോൾ 1-ാം പൊസിഷൻ ഇത്രയും സമയം 1-ാം പൊസിഷനിൽ തന്നെ തുടരുന്നത്. ഇപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ അനീഷുമായിട്ട് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും അട്ടിമറിക്കപ്പെടാം. ഇപ്പോൾ 86,045 വോട്ട് നേടി 1-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2-ാം പൊസിഷനിൽ അനീഷാണുള്ളത്. ഇതാദ്യമായിട്ടാണ് അനീഷ് ഇത്രയും സമയം 2-ാം പൊസിഷനിൽ തന്നെ തുടരുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടിംഗ് സപ്പോർട്ടാണ്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇപ്പോൾ 85,995 വോട്ട് നേടി 2-ാം പൊസിഷനാണുള്ളത്. 3-ാം പൊസിഷനിൽ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസിന് കാര്യമായ മാറ്റമില്ല. വോട്ടിങ്ങിൽ തരക്കേടില്ലാത്ത പ്രകടനമായി മുന്നേറുകയാണ്. 60,100 വോട്ട് നേടിയാണ് ഷാനവാസ് 3-ാം പൊസിഷനിൽ തന്നെ തുടരുന്നത്. ഷാനവാസിൻ്റെ ഈ പൊസിഷൻ തുടക്കം മുതലേ 3-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറയ്ക്ക് നല്ല രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ഷാനവാസിനെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം വന്നിട്ടില്ല. ഇപ്പോൾ 51,877 വോട്ട് നേടി 4-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 5-ാം പൊസിഷനിലേക്ക് നെവിൻ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്നിരിക്കുകയാണ്. വമ്പിച്ചൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഇപ്പോൾ നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായിട്ടില്ല. അക്ബറിനെ അട്ടിമറിച്ചിട്ടുണ്ട്. ഇപ്പോൾ 48,987 വോട്ട് നേടി നൂറയുടെ തൊട്ട് പിന്നിലായി 5-ാം പൊസിഷനാണുള്ളത്. 6-ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറിന് ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു കാലിടറി പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. നെവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ 48,255 വോട്ട് നേടി 6-ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ്. 7-ാം പൊസിഷനിൽ ആദിൽ തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റമില്ലാതെ തുടരുന്ന ഒരു മത്സരാർത്ഥിയാണ്. വോട്ടിംഗിൻ്റെ തുടക്കം മുതലേ 7-ാം പൊസിഷനിലായിരുന്നു. നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ 30,133 വോട്ട് നേടി ലാസ്റ്റ് പൊസിഷനായി 7-ാം പൊസിഷനാണ് തുടരുന്നത്.